വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാംഗ്ലൂർ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ റൈഡാണ്. ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ കുറച്ച് നാളായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ബൈക്ക് മേടിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരുന്നത്. അതിന് ശേഷമുള്ള ആദ്യത്തെ റൈഡാണിത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡാണ്. പിന്നെ എന്നത്തെ പോലെ ഇതൊരു സോളോ റൈഡ് അല്ല, ഇതൊരു ചെറിയൊരു ഗ്രൂപ്പ് റൈഡാണ്. ഒരു 4 പേരുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരാണ്. അപ്പം അവർക്കൊരു ചെറിയൊരു ബൈക്കിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മളുള്ളത് പുരം ഹോസ്കോട്ടെ റൂട്ടിലാണ്. ചിലപ്പം ഹോസ്കോട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പിടിയിട്ടെന്ന് വരത്തില്ല. കോലാർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലർക്കൊക്കെ മനസ്സിലായി കാണും. നമ്മുടെ KGF കോലാർ ഗോൾഡ് ഫീൽഡ് അങ്ങോട്ടുള്ള റൂട്ടാണിത്. പിന്നെ ഞങ്ങളിപ്പോൾ പോകുന്നത് ഒരു കുറേ ഗുഹകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ്. സത്യം പറയാം, ആ പേര് ഞാൻ മറന്നുപോയി. ഞാനത് എന്തായാലും താഴെ എഴുതി കളിക്കാം ആ ഒരു കേവിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്ററുകളുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ അവിടെ പോയി ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ തിരിച്ചു വരാനാണ് പ്ലാൻ. സത്യം പറഞ്ഞാൽ ഇന്ന് ആദ്യത്തെ ദിവസമാണ് ഞാൻ ഈ ഗ്രൂപ്പിനെ മീറ്റ് ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ലേറ്റായി, ഏകദേശം 10 മിനിറ്റോളം ലേറ്റായി. കേവ്സിൻ്റെ പേര് കിട്ടി, അന്തർഗംഗ. എനിക്കറിയത്തില്ല ഇത് ഞാൻ കറക്റ്റായിട്ടാണോ പറയുന്നതെന്ന്. അന്തർഗംഗ എന്നാണ് ആ കേവ്സിൻ്റെ പേര്. 1-2 ചെറിയ നമുക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റിയ ഏരിയ ആണെന്നാണ് കേട്ടത്. അതിനിടയ്ക്ക് വേറെ ചെറിയ പണി കിട്ടി. ടയറിൽ നല്ലൊരു മുട്ടൻ ആണി കയറിയിട്ടുണ്ട് പുറകിലത്തെ ടയറിൽ. ഇനിയിപ്പോൾ അടുത്ത് എവിടെയെങ്കിലും കാണുന്ന പഞ്ചർ ഷോപ്പിൽ നിർത്തണം. ഇടയ്ക്ക് ക്യാമറ ഒന്ന് ഓഫായി. ഞങ്ങളിവിടെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ഞാൻ പിന്നെ ബാറ്ററി ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മുട്ടൻ പഞ്ചർ കിട്ടി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു ആണി. എന്തായാലും ഞാൻ കാരണം ഇന്ന് നല്ലൊരു തുടക്കമാണ് എല്ലാവർക്കും. ആദ്യമേ അല്ല 10 മിനിറ്റ് ലേറ്റായിട്ട് എത്തി. അതിനുശേഷം ഇതേ പഞ്ചറിൻ്റെ അവിടെ പിന്നെ ഒരു 10-15 മിനിറ്റ് വരെ പോയി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കോലാറിന് ഏകദേശം 18 കിലോമീറ്ററാണുള്ളത്. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് 20 കിലോമീറ്ററാണ് കാണിക്കുന്നത്. മൊത്തം 5 ബൈക്കാണ് കേട്ടോ ഉള്ളത്. 2 ഡൊമിനർ, പിന്നെന്താണ് ഒരു ഇൻ്റർസെപ്റ്റർ ആണെന്ന് തോന്നുന്നു ഫ്രണ്ടിൽ പോകുന്നത്, പിന്നെ ഒരു ഡ്യൂക്ക് 250, പിന്നെ നമ്മുടെ സ്വന്തം ഹിമാലയൻ. സിറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അടിപൊളിയാണ് കേട്ടോ. റോഡൊക്കെ നല്ല, ഇതുവരെ കുഴപ്പമില്ല, നല്ല റോഡാണ്. അത്യാവശ്യം തിരക്കൊന്നുമില്ല, അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന റോഡാണ്. ഞങ്ങൾ ചിലപ്പോൾ അന്തർഗംഗ എന്ന് പറയുന്ന ആ ഒരു കേവ് ഞങ്ങൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ചിലപ്പം ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റിട്ടേൺ വരുമായിരിക്കും. ഗൈസ്, നമ്മൾ റോക്ക് കിണറിൻ്റെ തട്ടകത്തിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കോലാർ. പക്ഷേ കോലാർ ഗോൾഡ് ഫീൽഡ് എവിടെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. റൂട്ടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. തിരുപ്പതിക്ക് ഇവിടുന്ന് 182 കിലോമീറ്ററാണുള്ളത്. ചെന്നൈ 266 കിലോമീറ്റർ. നമ്മൾ മെയിൻ റോഡിൽ നിന്നൊരു ഡീവിയേഷൻ എടുത്തു. ഇനി കുറച്ച് ഉള്ളിലോട്ടുള്ള റോഡാണെന്നാണ് തോന്നുന്നത്. ഒരു ഐഡിയ ഇല്ല അങ്ങോട്ടാണ് പോകുന്നതെന്ന്. പുള്ളി എന്തോ ഏതൊരു റെസ്റ്റോറൻറ്റിൻ്റെ പേരിങ്ങനെ ഗ്രൂപ്പിലിട്ടതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആ റെസ്റ്റോറൻറ്റ് പേരൊക്കെ ആ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. പറയാൻ അറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല സത്യം പറയാൻ. കേട്ടോ, സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും ബാംഗ്ലൂർ സിറ്റിയൊക്കെ വിട്ട് പുറത്ത് വന്നു ഏകദേശം 50 കിലോമീറ്ററോളം കഴിഞ്ഞ്. ഇവിടെ എല്ലാം കാണാവുന്ന രീതിയിലുള്ളൊരു പ്രത്യേകം മലകളാണ് കേട്ടോ. ഒരു മൊത്തം പാറയാണ്.
നമ്മളിപ്പോൾ ഈ സേലത്തുനിന്ന് ബാംഗ്ലൂർക്ക് വരുമ്പോഴെല്ലാം ഇതുപോലെയുള്ള മലകൾ കാണാം. പിന്നെ ഈ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ പോകുന്ന റൂട്ട് അവിടങ്ങളിലെല്ലാം ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ഈ കുന്നുകൾ കാണാം. ഈ സ്ഥലത്തിൻ്റെ പേര് മുൾബഗൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി എന്നാണ് തോന്നുന്നത്. ഇവിടെ കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്. ഇതെല്ലാം പോയി നോക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അടുത്ത കാലത്ത് കഴിച്ചതിൽ ഏറ്റവും നല്ല ഒരു അടിപൊളി വെറൈറ്റി മസാല ദോശയായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊരു റൈഡ് പ്ലാൻ ചെയ്യാം. ഒരു കിടിലൻ ഫുഡ് സ്പോട്ടാണ്. ദോശ, തട്ടിഡ്ഡലി അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ബട്ട് ഫേമസ് ഇവിടുത്തെ ദോശയാണ്. എന്താണ് അത് എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഗീ ഒന്നും ഒഴിക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല. നല്ല കിടിലൻ ദോശ. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവാണ്. തിരിച്ച് ഇവരെന്തോ വേറൊരു റൂട്ട് പറഞ്ഞു വന്നിട്ടുണ്ട്. ആരെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് തിരുപ്പതി റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഈ മുൾബഗൽ എന്നുള്ള സ്ഥലത്ത് വന്നിട്ട് പ്രസാദ് ഹോട്ടൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് ട്രൈ ചെയ്യാം. എനിക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിനായിട്ട് ഒരു നല്ലൊരു മസാല ദോശയായിരുന്നു. ഞാൻ ഇതൊരു അങ്ങനെ ഒരു വെറൈറ്റി മസാല ദോശ കഴിച്ചിട്ടില്ല. നല്ലൊരു മസാല ദോശ. നമ്മൾ തിരിച്ച് വീണ്ടും കോലാർ എത്തി. ശരിക്കും KGF കോലാർ ഗോൾഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിന്നെയും കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഏതോ 30 കിലോമീറ്റർ മറ്റോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ കോലാറിൻ്റെ ഒരു ഔട്ടറാന്ന് പറയാം. കുറച്ചുകൂടെ ഉള്ളിലോട്ടാണ് കോലാർ ശരിക്കുള്ള ടൗണൊക്കെ വരുന്നത്. ഒരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. ഇത് ഒരു ചെറിയ ലേക്കാണ് കേട്ടോ. നമ്മൾ റൈഡ് കഴിഞ്ഞ് ഏകദേശം ബാംഗ്ലൂർ തിരിച്ചെത്തി. ഇനിയിപ്പം എനിക്കിനി ഏകദേശം ഒരു 20 കിലോമീറ്ററുണ്ട് എൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് റൈഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.